Now, we have learned about rational numbers as well as irrational numbers. Rational numbers and irrational numbers എന്താണ് പഠിച്ചു കഴിഞ്ഞു. Rational numbers are the numbers which we can express of the form p by q, right? P by q. Whereas irrational numbers, where p and q are integers, okay, and q not equal to 0, whereas irrational numbers we cannot express in this form p by q, right? And then what are real numbers? Real numbers are nothing but rational plus irrational numbers. ഈ rational numbers-നെയും irrational numbers-നെയും ഒരുമിച്ച് കൂട്ടുന്നതിനെയാണ് നമ്മൾ ആക്ച്വലി എന്ത് വിളിക്കുന്നത്? നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ രണ്ട് സെറ്റ് ഓഫ് നമ്പേഴ്സിനെ നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നു. നമ്മൾ ഒരു നമ്പർ ലൈൻ എടുത്തിട്ട് ആ നമ്പർ ലൈനിൽ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ 0, 1, 2, 3, 4, റൈറ്റ്, -1, -2, -3, റൈറ്റ്. ഈ നമ്പർ ലൈനിൽ എന്തെല്ലാം ഉണ്ട്? എവറി പോയിന്റ് ഓൺ ദ നമ്പർ ലൈൻ റെപ്രസെൻറ്റ്സ് എ വെരി യുണീക്ക് റിയൽ നമ്പർ. ഈ നമ്പർ ലൈനിലെ ഏത് പോയിന്റ്സ് നമ്മൾ എടുക്കുകയാണെങ്കിലും അതെല്ലാം എന്താണ്? അതൊരു യുണീക്ക് റിയൽ നമ്പറാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഒരു യുണീക്ക് റിയൽ നമ്പറാണെന്ന് കാണാൻ സാധിക്കും. അങ്ങനെ പറയുമ്പോൾ എന്താ അതിൻ്റെ മീനിങ് എന്നുള്ളത്? ഒരു റാഷണൽ നമ്പറും അതുപോലെ ഒരു ഇറാഷണൽ നമ്പേഴ്സും അത് ഏതാവട്ടെ അതെല്ലാം ഈ നമ്പർ ലൈൻ്റെ ഭാഗമാണ്. കാരണം എന്താ? റാഷണൽ റിയൽ നമ്പറാണ്, ഇറാഷണലും റിയൽ നമ്പറാണ്. റാഷണൽ നമ്പേഴ്സിനെ, അതായത് പി ബൈ ക്യൂ എന്നുള്ള ഫോമിൽ നമുക്ക് എഴുതാവുന്ന ഡെസിമൽസിനെയും നമ്പേഴ്സിനെയും, അതോടൊപ്പം പി ബൈ ക്യൂ എന്ന ഫോമിൽ നമുക്ക് എഴുതാൻ സാധിക്കാത്ത √2 പോലെയുള്ള √3 പോലെയുള്ള ക്യൂബ് √5 പോലെയുള്ള പൈ പോലുള്ള നമ്പേഴ്സിൻ്റെയും ഒരു കമ്പൈൻഡ് സെറ്റിനെയാണ് നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ എവറി റിയൽ നമ്പർ, ആ റിയൽ നമ്പറിനെല്ലാം ഒരു വാല്യൂ ഉണ്ട്. ദാറ്റ് വാല്യൂ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദിസ് നമ്പർ ലൈൻ. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു റാഷണൽ നമ്പർ എടുക്കാം. ഒരു 0.5 എന്നുള്ള റാഷണൽ നമ്പർ എടുക്കുകയാണെങ്കിൽ, എനിക്ക് 0ൻ്റെയും 1ൻ്റെയും ഇടയിൽ എനിക്ക് മാർക്ക് ചെയ്യാൻ പറ്റും, റൈറ്റ്. 4.5 എന്നുള്ള റാഷണൽ നമ്പർ, അല്ലെങ്കിൽ 4.25 എന്നുള്ളത് എനിക്ക് ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. -2.3 എന്നുള്ളത് ഐ ക്യാൻ മാർക്ക് ഇറ്റ് സംവെയർ ബിറ്റ്വീൻ -2 and 3, റൈറ്റ്. 0.05 എന്നുള്ളത് എനിക്ക് എങ്ങനെയാണ് നമ്പർ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കുക? ഞാൻ ഈ നമ്പർ ലൈനിൻ്റെ ഈ ഒരു 0ൻ്റെയും 1ൻ്റെയും ഇടയിലുള്ള ഭാഗം ഞാൻ എന്ത് ചെയ്യും? ഞാനൊന്ന് മാഗ്നിഫൈ ചെയ്യും, റൈറ്റ്. മാഗ്നിഫൈ ചെയ്യും. അത് മാഗ്നിഫൈ ചെയ്തിട്ട് ഞാൻ വരക്കുമ്പോൾ ഇതാ ഇവിടെ ഈ ഭാഗം മാത്രം ഞാൻ എന്ത് ചെയ്യാണ്? ഞാനൊന്ന് മാഗ്നിഫൈ ചെയ്യണം. അവിടെ 0, 1, റൈറ്റ്. ഇതിൻ്റെ ഇടയിൽ 0.1, റൈറ്റ്, 0.2, 0.3, 0.4, അങ്ങനെ 0.9, റൈറ്റ്. അപ്പോൾ 0.5 വരെ 0.05 ഞാൻ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ എവിടെയാണ് അത് ഉണ്ടാവുക? ആ 0.05 എന്നുള്ളത് ഞാനിവിടെ ഒന്നുകൂടി ഞാൻ എന്ത് ചെയ്യും? ഞാൻ അതിനെ മാഗ്നിഫൈ ചെയ്യും, റൈറ്റ്. അത് 0.0ൻ്റെയും 0.1ൻ്റെയും ഇടയിലാണ് അതുണ്ടാവുക, റൈറ്റ്. അപ്പോൾ ഇത് 0, ഇത് 0.1 ആണെങ്കിൽ അതിന് നടുവിലാണ് 0.05 എന്നുള്ള നമ്പർ നമുക്ക് ഒരു റാഷണൽ നമ്പർ, 0.5 അല്ല 0.05, റൈറ്റ്, എന്നുള്ള റാഷണൽ നമ്പർ. എന്താണ് 0.05 എന്നുള്ള റാഷണൽ നമ്പർ? 0.05 = 5/100, റൈറ്റ്. 0.05 = 5/100. അങ്ങനെയാണ് നമുക്ക് 0.05 എന്ന റാഷണൽ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കുക, റൈറ്റ്, ഇൻ ബിറ്റ്വീൻ 0 and 0.1. ഇങ്ങനെ നമുക്ക് ഏതൊരു റാഷണൽ നമ്പറിനെയും വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇറാഷണൽ നമ്പറിനെയോ എന്ന സ്വാഭാവികമായ ചോദ്യം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവും, അല്ലേ? എന്താണ് 5/100 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആക്ച്വലി 5/100 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് ഒരു റാഷണൽ നമ്പറിനെ നമ്മൾ ലോജിക്കലി ഒരു നമ്പർ ലൈനിൽ പ്ലേസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഹൗ ഡു വി ലോജിക്കലി പ്ലേസ് എ റാഷണൽ നമ്പർ ഇൻ എ നമ്പർ ലൈൻ, റൈറ്റ്? 5/100 മീൻസ് വി ആർ ഡിവൈഡിങ് സംതിങ് ഇൻ ടു 100 പാർട്സ്, റൈറ്റ്. 0 to 1 എന്ന ഈ നമ്പറിനെ നമ്മൾ 100 പാർട്സ് ആക്കി നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. വി ആർ ഡിവൈഡിങ് ഇറ്റ് ടു 100 പാർട്സ്. ആ 100 പാർട്സിൽ 5 എന്നുള്ള പൊസിഷനിൽ, റൈറ്റ്, ആ 100 പാർട്സ് എന്ന് പറഞ്ഞാൽ 0.1 വരെ 10 പാർട്സ്, 0.2 വരെ 10 പാർട്സ്, 0.3 വരെ 10 പാർട്സ്, അങ്ങനെ ഓരോ 0.1 ഡിഫറൻസിലും 10 പാർട്സ് വീതം. സോ ടോട്ടലി 0 to 1 100 പാർട്സ്. ആ 0 to 0.1 പാർട്സിലെ
അതിൽ 5 എന്ന് പറയുമ്പോൾ എവിടെ ആയിരിക്കും? ഈ ഫസ്റ്റ് 10 പാർട്സിലെ പകുതി, റൈറ്റ്? ദാറ്റ് ഈസ് 0.05. ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് 5/100 മീൻസ്, റൈറ്റ്? ഒരു റാഷണൽ നമ്പറിനെ എങ്ങനെയാണ് നമ്മൾ ലോജിക്കലി ഒരു നമ്പർ ലൈനിൽ ഫിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇതേപോലെ നമുക്ക് ഏതൊരു റാഷണൽ നമ്പറിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്പർ ലൈനിൽ നമുക്ക് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. ലെറ്റ്സ് ടേക്ക് അനദർ എക്സാമ്പിൾ. Let's take another example. -2.375, right? -2.375. നമ്മളൊരു നമ്പർ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇത് -2ൻ്റെയും -3യുടെയും ഇടയിലായിരിക്കും ഈ നമ്പർ ഉണ്ടാവുക. ആ -2ൻ്റെയും -3ൻ്റെ ഇടയിൽ -2.5 എന്നുള്ള നമ്പർ ഉണ്ട്. അതിന് മുമ്പായിട്ടാണ് -2.375 എന്നുള്ള നമ്പർ ഉണ്ടാവുക. ഇവിടെ നമ്മൾ വീണ്ടും മാഗ്നിഫൈ ചെയ്യുമ്പോൾ, ഇതിനെ നമ്മൾ വീണ്ടും മാഗ്നിഫൈ ചെയ്യുമ്പോൾ -2.5ൻ്റെയും -2ൻ്റെയും ഇടയിൽ നമുക്ക് എന്തുണ്ട്? -2.1, -2.2, -2.3, -2.4 എന്നിങ്ങനെയുള്ള നമ്പേഴ്സ് ഉണ്ട്. അതിൽ -2.3യുടെയും -2.4ൻ്റെയും ഇടയിലാണ് എന്ത് വരിക? ഇടയിലാണ് നമുക്ക് -2.75 എന്നുള്ള -2.375 എന്നുള്ള നമ്പർ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്നുകൂടി നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ മാഗ്നിഫൈ ചെയ്യുക. ഒന്നുകൂടി നമ്മളിതിനെ മാഗ്നിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് -2.4, റൈറ്റ്? -2.3. അതിനിടയിലുള്ള നമ്പേഴ്സ് എന്താണ്? -2.31 മുതൽ -2.39 വരെയുള്ള നമ്പേഴ്സ് -2.3യുടെയും -2.4ൻ്റെയും ഇടയിലുണ്ട്. അതിനെ വീണ്ടും നമ്മൾ ഒരു ലെൻസ് വെച്ച് നോക്കിയിട്ട് നമ്മൾ അതിനെ ഒന്നുകൂടി മാഗ്നിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് മനസ്സിലാവും -2.375 കിടക്കുന്നത് -2.38ൻ്റെയും -2.37ൻ്റെയും ഇടയിലാണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്നുകൂടി ഇവിടെ മാഗ്നിഫൈ ചെയ്യുകയാണെങ്കിൽ, റൈറ്റ്, ഈ നമ്പർ ലൈനിൽ നമുക്ക് എന്ത് കിട്ടും? -2.38, -2.37, റൈറ്റ്? അതിൻ്റെ മിഡിലാണ് എന്ത് വരിക? അതിൻ്റെ മിഡിലാണ് നമുക്ക് -2.375 വരിക, റൈറ്റ്? നമുക്ക് ഏത് റാഷണൽ നമ്പേഴ്സിനെയും നമുക്കിങ്ങനെ മനോഹരമായിട്ട് വി ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ അവർ നമ്പർ ലൈൻ, വി ക്യാൻ പൊസിഷൻ ഇറ്റ് ഇൻ അവർ നമ്പർ ലൈൻ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഏത് റിയൽ നമ്പറിനെയും നമുക്ക് നമ്പർ ലൈനിൽ രേഖപ്പെടുത്താം എന്നുള്ളതാണ്.